അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനം 7-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദഫ്കളിയുടെ ചട്ടങ്ങളിൽ ആറാമത്തതിനെ കുറിച്ചാണ്. അതായത് കളിയെ സംബന്ധിച്ചാണ് ആറാമത്തെ ചട്ടത്തിൽ വളരെ പ്രധാനമായി പ്രതിപാദിക്കുന്നത്. 6. കളി വാദ്യവാദനത്തോടു കൂടിയ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ചുവടുകൾ ആയിരിക്കണം. അതുപോലെ തന്നെ സ്വരാത്തോടെയുള്ള സമാപനവും ആയിരിക്കണം. കളി വാദ്യവാദനത്തോടു കൂടിയ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ചുവടുകൾ, വാദ്യവാദനം ഉണ്ടായിരിക്കണം ചുവടുകളിൽ. അതായത് വാദ്യവാദനം എന്ന് വെച്ചാൽ ദഫ് കൊട്ടിക്കൊണ്ടിരിക്കുക, ദഫ് കൊട്ടിക്കൊണ്ട് ചുവടുകൾ എന്ത് ചെയ്യുക, ചുവടുകൾ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ദഫ് കൊട്ടുക എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട, ഇത് വിശദീകരിക്കാൻ വളരെ നമുക്ക് സങ്കീർണത ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാനതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും സംസാരിക്കേണ്ട വിഷയമാണത്. വാദ്യവാദനം, അതായത് ദഫ് കൊട്ടിക്കൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ചുവടുകൾ കൊണ്ടുവരണം. അതാണ് ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ചുവടുകൾ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡാൻസ് പോലത്തെ അനിസ്ലാമിക കലകളുടെ ആ നൃത്ത ചുവടുകളുടെ തനി ആവിഷ്കാരം ഈ ദഫ് കൊട്ടിക്കൊണ്ട് ആവാൻ പാടില്ല എന്നുള്ളതാണ് അവർ വളരെ പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ അനിസ്ലാമിക കലകളിൽ നിന്ന് അപ്പടി പകർത്തി അതുപോലെ അത് തന്നെ ഉപയോഗിക്കുന്നു ദഫ് കൊട്ടിക്കൊണ്ട്, അത് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു വിശാലമായ കല എന്ന രീതിയിൽ ഈ കലക്ക് പലതിനോടും ഒരുപക്ഷെ അവിചാരിതമായി സാമ്യതകൾ സംഭവിക്കാം. കാരണം ഇത് അത്രയും വിശാലമായ കലയാണ്. കാലോചിതമായ ഏറ്റവും കൂടുതൽ കലകളുടെ കൂട്ടത്തിൽ വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്ന 1-ാം സ്ഥാനത്തുള്ള കലയാണ് ദഫ്കളി. അതുകൊണ്ട് ഈ കലയ്ക്ക് പലപ്പോഴും പലതിനോടും ചില സാമ്യതകൾ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരിൽ ഇത് തനി അതാണെന്ന് പറഞ്ഞ്, തനി ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്ന കലയായതുകൊണ്ട്, കലകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കലയായതുകൊണ്ട്, വൈവിധ്യം എന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്ന ഒരു കാര്യവും കൂടിയായതുകൊണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത്. കാര്യം കൂടിയായതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് വൈവിധ്യങ്ങളുടെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. പഴയ കാലത്തെ ഒരു കൊട്ട് ഇന്നത്തെ കാലത്ത് വളരെ മനോഹരമായിട്ട് നമ്മളെ ബോഡിയെല്ലാം അതിനോട് ലയിച്ച്, മനസ്സും കണ്ണും കാതുമെല്ലാം ലയിച്ച്, ശരീരമെല്ലാം ലയിച്ച് ചേർന്നൊരു കൊട്ടുകൊട്ടലും, പഴയ കാലത്ത് ഒരു സിമ്പിളായിട്ട് ഒരു കൊട്ടുകൊട്ടലും ഒക്കെ രണ്ട് തലമാണ്, 2 രീതിയാണ്, 2 ലയമാണ്, 2 അവതരണമാണ് അതിലുള്ളത്. ഇത് പഴയ കാലത്തെ ദഫൊക്കെ നല്ലതായിരുന്നു, ഇന്നൊക്കെ വേറെ ഡാൻസ് ആയിട്ട് പറയുന്നവർക്ക് ഇവിടെയാണ് ഇത് ഇങ്ങനെ ഈ ഒരു വ്യത്യസ്തതയിലാണ് അവരിതിനെ 2 രീതിയിൽ കാണുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഒരു കൊട്ട്, ദഫിന്റെ ഒരു കൊട്ട് നമ്മൾ സാധാരണ കൊട്ടുന്നു, അത് എന്തായിരുന്നു നല്ല വശ്യതയോട് കൂടി കൊട്ടുമ്പോൾ അത് അനിസ്ലാമികമായി തീരുന്നു. ഒരു ശ്രദ്ധിക്കാതെ ഒരു കൊട്ട് കൊട്ടുമ്പോൾ അത് ഇസ്ലാമികമായി തീരുന്നു. ഇതാണ് പൊതുവിലുള്ള ഇതിനെ വിമർശിക്കുന്നവരുടെ കാഴ്ചപ്പാട്. അത് ശരിയല്ല. ഇത് കാലോചിതമായിട്ട് വളരെ ഭംഗിയായ രീതിയിൽ ഇതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ട് ഇതിനെ ഏതെല്ലാം രീതിയിൽ ഭംഗിയാക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ഭംഗിയാക്കിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് ഇസ്ലാമികം എന്ന രീതിയിലേക്ക് ഇത് അന്നത്തെ കളി അങ്ങനെ ഡാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളി മാറ്റുന്ന ഒരു രീതിയുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. വൈവിധ്യങ്ങൾ എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ച് ഇതിന്റെ കാഴ്ചപ്പാടുകൾ, ഇതിനെ മനസ്സിലാക്കലുകൾ മാറും എന്നുള്ള വിഷയമാണ്. വൈവിധ്യങ്ങൾ പഴയകാലം ഒരു മൈക്കില്ലാത്ത കാലത്ത് ഒരു മൈക്ക് കെട്ടിയാൽ പഴയ കാലത്തെ വായതുകൾക്ക് ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രധാന NB ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണെന്ന് നോട്ടീസിൽ കാണാം. കാരണം അത് വൈവിധ്യമാണ്, അത് കണ്ട ആളുകൾ കൂടും. ഇന്ന് അങ്ങനെയല്ലല്ലോ, എന്തെന്ത് ഉച്ചഭാഷണി ഇന്ന് ഹൈടെക് ലോകത്ത്. അപ്പൊ വൈവിധ്യങ്ങളുടെ കാര്യത്തിലുള്ള അതിന്റെ വായനകൾ, വൈവിധ്യങ്ങൾ തന്നെ മാറി. പഴയ വൈവിധ്യങ്ങളല്ല ഇന്നത്തെ വൈവിധ്യമല്ല നാളെ. അപ്പൊ അതിനനുസരിച്ച് വൈവിധ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, വൈവിധ്യങ്ങളുടെ ആ സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈവിധ്യ സാധ്യതകളുള്ള ഈ കലയിൽ വൈവിധ്യങ്ങൾ കാലോചിതമായി കടന്നു വരുമ്പോൾ ഇത് അനിസ്ലാമികമെന്ന് മുദ്ര കുത്തി ഇതിനെ മാറ്റി നിർത്തരുതേ എന്നതാണ് ഈ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാനുള്ള വിഷയം. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ ഇതിനെ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞത് മാത്രമേ ഇതിനെക്കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് മറ്റു സമയങ്ങളിലാവാം. ഇൻഷാ അല്ലാഹ് ഈ സീസൺ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇൻഷാ അല്ലാഹ് മുമ്പത്തെ അപേക്ഷിച്ച് സീസൺ പതുക്കെയാണ് തുടങ്ങുന്നത് എന്നൊരു ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത എപ്പിസോഡിൽ എല്ലാവരും പ്രതീക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.